നമസ്കാരം. ഇന്ന് കർക്കിടകം 14. അങ്ങനെ രാമലക്ഷ്മണന്മാർ ശബരി ആശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാമലക്ഷ്മണന്മാരെ കണ്ട ശബരി ഓടിച്ചെന്ന് അവർക്ക് പാദനമസ്കാരവും പൂജയൊക്കെ ചെയ്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം ശബരി പറയുന്നുണ്ട്, താൻ തൻ്റെ ഗുരുക്കന്മാരെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിയുകയായിരുന്നു. അങ്ങനെ അവർ ബ്രഹ്മപദം കൂട്ടി. അതിനു മുമ്പ് അവർ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, നീ ഇവിടെ തന്നെ വസിച്ചു കൊള്ളുക, ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ ഇവിടെ വരികയും നിനക്ക് മോക്ഷപ്രാപ്തി നൽകുകയും ചെയ്യുമെന്ന് അവർ എന്നെ പറഞ്ഞ് അനുഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം ശബരി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എൻ്റെ ഗുരുക്കന്മാർക്ക് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവരും സദാ രാമനാമം ജപിച്ചിവിടെ കഴിക്കുകയായിരുന്നു. അവർക്ക് പക്ഷേ രാമദേവനെ കാണാൻ കഴിഞ്ഞില്ല, എനിക്കെങ്കിലും അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് ശ്രീരാമദേവനോട് ശബരി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ശ്രീരാമദേവൻ പറയുന്നുണ്ട്, പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ ഏത് ജാതിയാണോ അല്ലെങ്കിൽ നാമമാണോ അല്ലെങ്കിൽ ഏത് ആശ്രമത്തിൽപ്പെട്ടാണെന്നോ ഇനിയൊന്നും നോക്കിയിട്ടല്ല ഒരുവന് ഭഗവാന്റെ ദർശനം ലഭിക്കുക. അവൻ്റെ മനസ്സിൽ കളങ്കമറ്റ ഭക്തി ഉണ്ടെങ്കിൽ അതാരാണെങ്കിലും അവന് ഭഗവാന്റെ ദർശനം ലഭിക്കുമെന്ന് ശബരിയോട് ശ്രീരാമദേവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ശബരി തൊഴുത് നമസ്കരിച്ച് ശ്രീരാമദേവനെ കഴിക്കാനായിട്ട് 10 ഫലങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശബരി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഫലങ്ങളും കടിച്ചു നോക്കിയിട്ട് പുളിയുള്ളതാണെങ്കിൽ അത് കളയും, അടുത്ത ഫലം എടുക്കും. അത് മധുരമുള്ളതാണെങ്കിൽ അത് ശ്രീരാമദേവനെ കൊടുക്കും. അങ്ങനെ ഓരോ പഴവും ശബരി കഴിച്ചു നോക്കി പുളിയുള്ളത് എടുത്ത് കളയുകയും മധുരമുള്ളത് മാത്രം ശ്രീരാമന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശ്രീരാമൻ അത് വാങ്ങി നല്ല രുചിയോടുകൂടി അത് കഴിക്കുകയും ചെയ്തില്ല. ഇത് കണ്ട് ലക്ഷ്മണകുമാരൻ അതിശയപ്പെട്ട് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പഴങ്ങളൊക്കെ കഴിച്ച ശേഷം ശ്രീരാമദേവൻ പറയുന്നുണ്ട്, സീതാദേവിയെക്കുറിച്ച് എന്തെങ്കിലും വൃത്താന്തങ്ങൾ അറിയാം, ഞങ്ങൾ സീതാന്വേഷണത്തിനായിട്ട് ഇറങ്ങിയിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശബരി മഹർഷി പറയുന്നുണ്ട്, സീതാദേവി ലങ്കയിലെ രാവണൻ്റെ അശോകവനികയിൽ ദുഃഖിച്ച് ജീവിക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് തെക്കോട്ട് നടന്നു കഴിഞ്ഞാൽ പുണ്യനദിയായ പമ്പാ സരസ് കാണാം. ആ പമ്പാ സരസിൽ നിന്നും കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞാൽ ഋഷിമുഖാചലം കാണാൻ കഴിയും. ആ ഋഷിമുഖാചലത്തിൽ സുഗ്രീവനും അദ്ദേഹത്തിന് 4 മന്ത്രിമാരും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അടുത്ത് പോയി അവരോട് സഖ്യം ചെയ്താൽ സീതാന്വേഷണം എളുപ്പമാകും എന്ന് ശബരി പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരാമദേവനും ലക്ഷ്മണകുമാരനും ശബരി ആശ്രമത്തിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ ശബരി ആശ്രമം പ്രവേശിച്ചതോടുകൂടി രാമായണത്തിലെ ആരണ്യകാണ്ഡം സമാപിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് കിഷ്കിന്ധാകാണ്ഡമാണ്. കിഷ്കിന്ധാകാണ്ഡത്തിലെ ആദ്യത്തെ അധ്യായം ഹനുമൻ സംഗമമാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ രാമലക്ഷ്മണന്മാർ പുണ്യനദിയായ പമ്പാ സരസ്സും കടന്ന് അവർ സീതാന്വേഷണത്തിനായിട്ട് ഋഷിമുഖാചലത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ ഋഷിമുഖാചലത്തിലെത്തുമ്പോൾ രാമലക്ഷ്മണന്മാർ കയ്യിൽ അമ്പും വില്ലുമായിട്ട് വരുന്നത് കണ്ട് സുഗ്രീവൻ ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നുണ്ട്. ഹനുമാനെ വിളിച്ചിട്ട് പറയാണ്, ആരൊക്കെയോ നമ്മെ ലക്ഷ്യമാക്കി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവർ താപസ വേഷധാരികളാണ്, അതുകൊണ്ട് തന്നെ നീയും ഒരു താപസ വേഷം കൊണ്ട് അവരുടെ അടുത്ത് പോയിട്ട് എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കി വരിക, മിത്രമാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക, ശത്രു ആണെങ്കിൽ നമുക്ക് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹനുമാൻ സ്വാമി ഒരു താപസ വേഷമൊക്കെ കൊണ്ട് ശ്രീരാമലക്ഷ്മണന്മാരുടെ അടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹനുമാൻ സ്വാമി ശ്രീരാമലക്ഷ്മണന്മാരോട് അവരുടെ വൃത്താന്തം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ അവരുടെ വൃത്താന്തങ്ങളൊക്കെ പറയാണ്, സീതാന്വേഷണത്തിനായിട്ട് പുറപ്പെട്ടതാണ് ഞങ്ങളിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമി പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വാമി സുഗ്രീവൻ ഇവിടെ ഋഷിമുഖാചലത്തിൽ വസിക്കുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിന് എടുത്തിട്ട് പോകാം, അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സ്വന്തം തോളിൽ ഇരുവശവും ഇരുത്തി സുഗ്രീവ സന്നിധിയിലേക്ക്